അജിൽ കൃഷ്ണ ചോദിച്ച ക്വസ്റ്റനാണ് ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. ടുഡേസ് റിയാലിറ്റി അബൌട്ട് ഷോർട്ട് ലീവ്സ്. ഇത് ഒരുപാട് പേര് മർച്ചന്റ് നേവിയിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. പുറത്ത് ഒരുപാട് രാജ്യങ്ങൾ കാണാം, ഒരുപാട് സ്ഥലത്ത് കറങ്ങാൻ പോവാം, ഈ ഒരു ആഗ്രഹം കൊണ്ടാണ് ഒരുപാട് പേര് ഈ ഒരു മർച്ചന്റ് നേവിയിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് കുറച്ച് നിരാശ ഉള്ള ഒരു ആൻസറാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മോഹം കൊണ്ട് മാത്രം മർച്ചന്റ് നേവിയിലേക്ക് വരുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോർട്ടിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റാണ്. എല്ലാ കാർഗോ മൂവ്മെൻറ്റും വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് കണ്ടെയ്നർ ഷിപ്സ് അതുപോലെ ടാങ്കറിലൊക്കെ പുറത്ത് പോകുന്ന ചാൻസസ് വളരെ കുറവാണ്. പോകാൻ പറ്റില്ല എന്നല്ല, പക്ഷെ വളരെ കുറവായിട്ടാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി അതാണെങ്കിൽ ഏറ്റവും നല്ല ചോയ്സ് ബൾക്ക് കാരിയറാണ്. അതുകൊണ്ടാണ് ഞാനും കണ്ടെയ്നറിൽ നിന്നും ബൾക്ക് കാരിയറിലേക്ക് ഒരു ഷിപ്പ് മാറി നോക്കിയത്. ബൾക്ക് കാരിയറിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് വെളിയിൽ പോകാനുള്ള അവസരങ്ങൾ ചാൻസ് ഒക്കെ കിട്ടും. ഒരു 5-6 ദിവസമൊക്കെ മിക്കവാറും ഷിപ്പ് പോർട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുന്നത് ബൾക്ക് കാരിയറിലാണ്. ബാക്കിയുള്ള എല്ലാ ഷിപ്പുകളിലും പുറത്തേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവാണ്. നമുക്ക് പോയാൽ തന്നെ ഭയങ്കര റഷായിട്ട് തിരിച്ചു വരേണ്ടി വരും. അത് 2-3 മണിക്കൂറിന് പുറത്ത് ഫ്രഷ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരണം. അപ്പോൾ നമുക്ക് അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാനോ പുറത്തുനിന്ന് കറങ്ങാനുള്ള അവസരമൊന്നും കിട്ടാറില്ല. സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് അങ്ങനെയുള്ളവർക്ക് ബൾക്ക് കാരിയറാണ്. ബൾക്ക് കാരിയറിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാൻ പറ്റും. ഞാൻ തന്നെ ഒരുപാട് സ്ഥലത്ത് പോയത് ഈ ഒരു ബൾക്ക് കാരിയറിൽ വന്ന ശേഷമാണ്. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കെ കുറിച്ച് പറയാനുള്ളത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.